രാഹുൽ, ലോകം മുഴുവൻ വലിയ പ്രശ്നം നടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷമൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഇത് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട PC ജോർജ് സാറാണ്. ലോകം മുഴുവൻ തലങ്ങും വിലങ്ങും യുദ്ധം. എന്റെ ചോദ്യം ഇതാണ്: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ലോക സമാധാനത്തിന് കൊടുത്ത 2 കോടി രൂപ എവിടെ പോയി? ശരിക്കും ആ 2 കോടി രൂപ എവിടെ പോയിട്ടുണ്ടാവും അല്ലേ? ലോക സമാധാനത്തിന് പോയി. ഇതിനകത്ത് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ എന്താണ് എന്നറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറത്തിവിടുന്ന പ്രാവിനെ വെച്ചുകൊണ്ട് പ്രാവിനെ പറത്തിവിടുന്നു, പ്രാവ് തറയിൽ വീഴുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ കളിയാക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്ക് തൊടുന്നു, മൈക്ക് ഒടിഞ്ഞു വീഴുന്നു. അതേപോലെ അദ്ദേഹം GCC രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കുറെ വാർത്തകൾ വെച്ച് അദ്ദേഹത്തിന്റെ പേരിൽ വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് മറ്റേ മാൻഡ്രക് സിനിമയിലെ മറ്റേ ആ തലയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല ട്രോളിനകത്ത് മുഖ്യമന്ത്രിയുടെ ആ പടം ആ മാൻഡ്രക്കിന്റെ തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ട് അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി കളിയാക്കി ഇപ്പോ PC ജോർജിന്റെ ഇതിന്റെ കമന്റിന്റെ അടിയിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് പലപ്പോഴും കാണുന്നത്. ഇതിൽ നമ്മള് ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം, സർക്കാസ്റ്റിക് ആയിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയുണ്ട്. അതിനകത്ത് ബാറിക്കെടുത്ത് അടി ഉണ്ടാക്കുന്ന രംഗമുണ്ട്. ഷൈനികോ മറ്റേ ഇവരും കൂടെ. അപ്പോ അപ്പുറത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയും, 2ഉം കൂടെ അടി നിർത്തില്ലെങ്കിൽ 2നെ എടുത്ത് കായലിൽ പിടിച്ചു കളയെന്ന് പറയും. ബോബി പറയാൻ പറഞ്ഞെന്ന് പറയും. ഈ ബോബിയെ കാണിക്കുമ്പോ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ മാഷിനെയാണ്. പിന്നെ MA ബേബി 2 വീഡിയോ, അങ്ങനെ കുറച്ച് ആളുകളെ കാണിക്കുന്ന വീഡിയോകളുണ്ട്. കഴിഞ്ഞ മറ്റേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ഉണ്ടായ സമയത്തും അത് വലിയ രീതിയിൽ എസ്കലേറ്റ് ആയ സമയത്തും ഇതുപോലെ എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ സാർ ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു പ്രസ്താവന നടത്തുന്നു, ഉടനടി രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്നും ട്രോളുകൾ ഉണ്ടായിരുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആര്? MV ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോ ശരിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് യുദ്ധം അവസാനിക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ നടത്തുന്ന പരാമർശങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ മനുഷ്യർ മരിച്ചു വീഴുന്ന സാഹചര്യം ഒഴിവാക്കുക, യുദ്ധം അവസാനിക്കുക എന്നുള്ളത് അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ലോക സമാധാനത്തിന് കൊടുത്ത 2 കോടി രൂപ എവിടെ പോയി എന്നുള്ള PC ജോർജിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും അത് ഉത്തരം പറയേണ്ടി വരും. 2 കോടി രൂപ ലോക സമാധാനത്തിനായിട്ട് കൊടുക്കുന്നു. ലോക സമാധാനം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. 3ാം ലോക മഹായുദ്ധം വരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്താണെങ്കിലും പക്ഷെ തെരുവോരങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാർട്ടി കോർണർ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. CPM-നെ സംബന്ധിച്ച് അവരുടെ കോർണർ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഒരു 10 പേര് കൂടുന്ന ഒരു കമ്പളത്ത് വന്നിട്ട് അവിടെ ചില ആളുകളൊക്കെ പറഞ്ഞു കേൾക്കണം, ട്രംപേ നീ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇത് വലിയ വിഷയമായിരിക്കും, ലോകം നിന്നോട് കണക്ക് ചോദിക്കും, മുതലാളിത്ത രാജ്യമായ അമേരിക്കൻ ട്രംപും തുലയട്ടെ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോൾ നമ്മൾ ഒരു മൂലക്കിരുന്നുകൊണ്ട് ട്രംപ് തുലയണം, അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യമായി മാറിയിരിക്കുന്നു, അമേരിക്കയുടെ മുതലാളിത്ത രാജ്യങ്ങൾ മറ്റുള്ള രാജ്യത്തിന് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ എങ്ങനെ വേണം ഒരു എങ്ങനെ അമേരിക്ക ഇത് കേൾക്കും? അമേരിക്ക ഇത് കേൾക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമ്മുടെ വോയിസ് പുറത്തേക്ക് കേൾക്കുക, നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നൊരു ഫാക്ടറും കൂടെ അതിലുണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ കവലയിൽ നിന്ന് ട്രംപേ പുറത്തു പോകും എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ കൃത്യമായി നമുക്ക് മനസ്സിലാകാത്ത മനുഷ്യരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ഇപ്പൊ ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് സ്ത്രീ സുരക്ഷ ഒട്ടും സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു, അദ്ദേഹം കൊല്ലപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഡിക്റ്റേറ്റർ ആയിരിക്കാം, അവിടെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു മുടിയിഴ പോലും പുറത്ത് കാണാൻ പോലും പാടില്ലാത്തത്ര പ്രശ്നങ്ങളുള്ള രാജ്യം തന്നെയായിരിക്കാം. പക്ഷെ അമേരിക്ക പോലുള്ളൊരു രാജ്യം അവിടെ കയറി ഈ പറഞ്ഞ അരാജകത്വം കാണിക്കേണ്ട ആവശ്യമില്ല. അവരല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഇപ്പൊ നാളെ ഇന്ത്യക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പോലും നമുക്കിത് കാണുമ്പോൾ ഇത് പുറത്തൊരു രാജ്യത്തെ പ്രശ്നം മാത്രമാണ്. നാളെ ഇന്ത്യക്കും ഈ ഗതി വരില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. നാളെ ഒരു ദിവസം ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് ട്രംപിന് നേരെ വന്ന് മോദി എടുത്ത് പുറത്തിട്ടിട്ട് ഇവിടെ കയറി ഇരിക്കാൻ കഴിയില്ല. ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഫാക്ടുകൾ ഇതൊക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ കവലകളിൽ പോയിരുന്ന അതിനൊന്നും എതിരല്ല. ഞാനിപ്പോ ഇത് തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും ഞാൻ ഇതിനൊന്നും
ആളല്ല. ഇപ്പോൾ നമുക്കറിയാം ഒരു സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിൽ വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യക്ക് കൃത്യമായിട്ടൊരു ഡിപ്ലോമസി എപ്പോഴും ഉണ്ടാകും. ഇപ്പോ പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും പാലസ്തീന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇസ്രയേലിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വരെ പാലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപനം നമ്മൾ കണ്ടു. പക്ഷെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒപ്പമാണ്. അതായത് വേട്ടക്കാരോടും ഒപ്പമാണ്, ഇരയ്ക്കും ഒപ്പമാണ്, ഇനി രണ്ടും അല്ലെങ്കിൽ പോലും അവരോടും ഒപ്പമാണ്. അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമസി എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആശയം അല്ലെങ്കിൽ ഏത് വിഷയത്തിനും സമരം നടത്തുകയാണ്. നമ്മുടെ ഇപ്പോ എനിക്കൊന്ന് ആദ്യം സമരങ്ങൾ തുടങ്ങുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. ഏത് സമരമാണെങ്കിലും ലോകത്തെ എവിടെ നടക്കുന്ന എന്ത് വിഷയത്തെ പറ്റിയാണെങ്കിലും ആദ്യം സമരം ചെയ്യുന്നത് കേരളത്തിലെ ക്യാമ്പസുകളാണ് എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന, കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം. അതെ, ഇപ്പൊ ഈ പറഞ്ഞ യുദ്ധത്തിനെതിരെയാണെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അങ്ങ് വാഷിംഗ്ടണിൽ ഇരുന്ന് ട്രംപ് കേരളത്തിലെ കോളേജിൽ പ്രതിഷേധം നടത്തിയെന്ന് അറിയില്ല. പക്ഷെ കോളേജിലുള്ള ഒരു 100 പേർക്ക് അല്ലെങ്കിൽ ഒരു 100 കുട്ടികൾക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടുകയാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളൊരു പൊതുബോധം എല്ലാവർക്കും ഉണ്ടാകുന്നതിൽ ഇതെല്ലാം വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു കോമാളിത്തരമായിട്ട് അല്ലെങ്കിൽ ഇപ്പോ ഇതൊക്കെ ഒരു പ്രഹസനമാകുമ്പോഴാണ് പ്രശ്നം. അവിടെ അതായത് തെരുവിലേക്ക് ഇറങ്ങി വന്നിട്ട് ട്രംപെ നാളെ നീ രാജിവെച്ച് പോകണം എന്ന് പറയുന്നതിൽ ഔചിത്യമൊന്നുമില്ല. ഇപ്പോ നാളെ നമ്മൾ ഈ ചർച്ചയിൽ ഇരുന്നിട്ട് പറയാം, നാളെ ട്രംപ് രാജിവെച്ചില്ലെങ്കിൽ ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അതിനോട് അർത്ഥവുമില്ല. അതേപോലെയാണ് CPM-ന്റെ പല നിലപാടുകളും. അതെ, ഇപ്പൊ പണ്ട് ഈ ബുൾജെറ്റിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് നാളെ കേരളം കത്തും എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പൊ ട്രംപ് ഇറങ്ങിയില്ലെങ്കിൽ മറ്റേ വൈറ്റ് ഹൗസ് കത്തിക്കുമെന്നൊക്കെ പറയുന്ന പോലുള്ള നടപടികൾ. ഈ പറയുന്നതെല്ലാം ഇത് തന്നെയാണ്. പ്രഹസനമാകുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത്. പ്രതിഷേധിക്കാനോ അഭിപ്രായം രേഖപ്പെടുത്താനോ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ഇരുന്ന് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ലോക്കൽ സെക്രട്ടറി ഇരുന്ന് പറയുമ്പോൾ, അല്ല അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, വെറുതെ ഇരുന്ന് ഗീർവാണം അടിക്കുമ്പോൾ ഉറപ്പായും ട്രോളുകൾ ഉണ്ടാകും, സോഷ്യൽ മീഡിയ കളിയാക്കും. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ നമ്മുടെ PC ജോർജിന്റെ പോസ്റ്റിന്റെ താഴെയുള്ള കമന്റ്സ് എടുത്ത് വായിക്കണം. അയ്യോ, മകൾ വീണ വിജയന് സ്വർണ്ണമാല വാങ്ങിക്കാനായിരിക്കുമല്ലേ, PR വർക്കിന് പൈസ കൊടുത്തല്ലേ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞത് മറ്റേ മാൻട്രിക്സ് ആനയല്ലേ, അതായത് സർക്കാർ, കേരള സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണല്ലോ. പിണറായി വിജയൻ 2 കോടി രൂപ ലോക സമാധാനത്തിനായി മാറ്റിവെക്കുന്നു. ലോക സമാധാനം അപ്പം തന്നെ തകർന്നു പോകുന്നൊരു സാഹചര്യം. അപ്പൊ അത് വെച്ച് കളിയാക്കി കുറെ ആളുകൾ വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ മറ്റേ ബോബി പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മോദി അടുത്ത് പറയണം. ഇപ്പോ ബോബി പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മോദി അതെ, സാറും MA ബേബി സാറും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്, ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോ അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോ ട്രംപും ഇറാഖിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്, ഇപ്പൊ ഇസ്രയേലിൽ പോകുന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇവരോടല്ല, ഇവരെല്ലാം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോദി ചെന്നിട്ട് പറയാ, നിങ്ങൾ 3 യുദ്ധം നിർത്തിയില്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകും. ആര് പറയാൻ പറഞ്ഞു? കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് യുദ്ധം നിർത്തിവെച്ചില്ലെങ്കിൽ നിനക്കൊക്കെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ലോകത്തെ തന്നെ വിറപ്പിച്ചുള്ള പാർട്ടിയാണ്. ആ പാർട്ടി പറയുന്നു യുദ്ധം നിർത്തിയില്ലെങ്കിൽ. ഇത് നരേന്ദ്രമോദി എന്ന് പറയുന്നു, ആലോചിച്ചു.